അസ്സലാമലൈക്കും. എക്സാം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈറ്റാണ് ഉപയോഗിക്കേണ്ടത്. ലിങ്ക് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിസാമിയുടെ ഒഫീഷ്യൽ സൈറ്റിലേക്കാണ് നമ്മൾ എത്തുക. അപ്പോൾ അതിലുണ്ടാകും പുതിയ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഓൺലൈൻ ഫോർ സബ്മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാകും. കണ്ടല്ലോ, ന്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓൺലൈൻ ഫോർ സബ്മിഷൻ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നിസാമിൻ്റെ എക്സാമും അതേപോലെ തന്നെ റിസൾട്ടും അങ്ങനത്തെ കാര്യങ്ങളുള്ള ഏരിയയിലേക്ക് എത്തും. അങ്ങനെ ഫസ്റ്റ് തന്നെ ഉണ്ടാവും ഇതിൽ അപ്ലൈ ഫോർ എക്സാം തുടക്കത്തിൽ തന്നെ. അപ്പോൾ അതിൽ അപ്ലൈ എന്നുള്ളിടത്ത് നിൽക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയുള്ള പരീക്ഷകളുടെ ഒരു വിഭാഗങ്ങൾ ചോദിക്കും. ഖിറാഅത്തുണ്ട്, ഹിഫ്ളുണ്ട്, അങ്ങനെ പലതും ഉണ്ട്, ഡിപ്ലോമ, അങ്ങനെ പല ഏരിയ ഉണ്ട് ഉള്ളത് നിസാമിയിൽ. അപ്പോൾ അതിൽ ഏറ്റവും ലാസ്റ്റ് ഉണ്ടാകും മൗലവിത്ത കാമിൽ. അതിൽ റെഗുലർ, പ്രൈവറ്റ്, അഫിലിയേറ്റഡ് 3 ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമ്മൾ പ്രൈവറ്റ് ആണ് ചെയ്യുന്നത്. നമ്മൾ പ്രൈവറ്റ് ആയിട്ട് പൈസ കൊടുത്തുകൊണ്ട് എഴുതാമല്ലോ. റെഗുലർ തന്നെ അവിടെ നിന്ന് പഠിക്കുന്നത്, അഫിലിയേറ്റഡ് തന്നെ അതിൻ്റെ ബ്രാഞ്ചുകളും അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, പ്രൈവറ്റിൽ നമ്മൾ കയറുക. പ്രൈവറ്റിൽ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ ക്ലാസ്സുകൾ വന്ന് മൗലവി അവ്വൽ, മൗലവി ദുവന്ന്, ആലിം അവ്വൽ, ആലിം ദുവന്ന്, ഫാദിൽ അവ്വൽ. നമ്മളൊക്കെ ഫാദിൽ അവ്വലാണല്ലോ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യുക, ചന്ത് പറിച്ച ഉണ്ടാവും, മുക്കമ്മിലുണ്ടാവും. ചന്ത് പറിച്ചതിനെ കുറച്ച് പേപ്പറുകൾ എഴുതിയിരിക്കുകയാണ്, ഈ ഫെയിലൊക്കെ ആയാലും എഴുതിയിരിക്കുന്നതാണത്. അപ്പോൾ നമുക്കിപ്പോൾ മുക്കമ്മിലാണ്, പൂർണ്ണമായിട്ട് എല്ലാ വിഷയങ്ങളും എഴുതിയിരിക്കാനുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യാം, മുക്കമ്മിൽ നെക്കി കഴിഞ്ഞാൽ നിങ്ങളോട് ആദ്യം തന്നെ നിങ്ങൾ ആധാർ നമ്പർ ചോദിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പരീക്ഷന് അപ്ലൈ ചെയ്യാനുള്ള ഈ ഏരിയയിലേക്ക് വരും. അങ്ങനെ ഫസ്റ്റ് തന്നെ നിങ്ങൾ ചോദിക്കേണ്ടത് ഇസ്ലാമിക ഷിയാറോട് കൂടിയുള്ള നിങ്ങളെ ഫോട്ടോയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ചൂസ് ഫയൽ നോക്കിക്കഴിഞ്ഞാൽ നേരെ നമ്മളെ ഫയലിലേക്ക് എത്തുമല്ലോ. അങ്ങനെ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളൊരു ഫയലിലാക്കി വെക്കണമെന്നുള്ളതാക്കണം. ഈ ഫയലിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ജാമ്യ സമയം എന്നുള്ള പേരിൽ എന്തിനെങ്കിലൊക്കെ അങ്ങനെ സെലക്ട് ആക്കി വെച്ചാൽ നമ്മൾ എല്ലാ വിഷയങ്ങളും അധികം നമ്മൾ പൈസ വെച്ചൊക്കെ ഇവിടെ ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയാണ് ഫയലിലാക്കി വെക്കാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അത് ടൈപ്പ് ചെയ്ത് നമ്മൾ ചൂസ് ചെയ്തുകൊണ്ട് വെക്കാം. അതിന് ശേഷം നിങ്ങളെ പേര് ഉറുദു ചോദിക്കട്ടെ. നാം ഇതൊക്കെ ഉറുദുവിൽ കുട്ടിയുടെ പേര്, വിദ്യാർത്ഥിയുടെ പേര്, അത് ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. രണ്ടാമതായിട്ട് സ്റ്റുഡൻറ്റ് നെയിമിന് ഇംഗ്ലീഷിലും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടാ. അതിന് ശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുമ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് എന്ത് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ക്ലിയർ ആയിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നെ ആധാർ നമ്പർ ചോദിക്കണം. ആധാർ നമ്പർ വീണ്ടും ഇവിടെ ഒന്നും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാസ്പോർട്ട് നമ്പർ ചോദിക്കണം. അത് ഇഖ്തിയാറിയാണ്, വേണമെങ്കിൽ ചെയ്താൽ മതി, ചെയ്തിട്ട് ഏതൊരു കുഴപ്പമൊന്നുമില്ല. പാസ്പോർട്ട് ഇല്ലാത്തവരും ഉള്ളവരൊക്കെ ഉണ്ടാവില്ല. അത് കണ്ട് ജെൻഡർ ഉണ്ടാവും, അത് മെയിൽ ഓൾറെഡി സെലക്റ്റഡ് കാര്യം കിടക്കുക, അല്ലെന്നുണ്ടെങ്കിൽ സെലക്റ്റഡ് ആക്കി കൊടുക്കുക. പിന്നെ നിങ്ങൾ ഇമെയിൽ ഐ ഡി ചോദിക്കും, എന്താണ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എന്നുള്ളത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫോൺ നമ്പർ, നമ്മൾ വിളിക്കാൻ പറ്റുന്ന നമ്പർ, ഇവിടെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ട് വിളിക്കാനൊക്കെ, എന്തെങ്കിലും ഫാൾട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ വിളിക്കാൻ പറ്റുന്ന നമ്പർ കൊടുക്കുക. പിന്നെ വാട്സപ്പിന് വേറെ നമ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ വേറെ കൊടുക്കുക. വേറെ ഒന്നാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് റിലീജിയൻ അത് ഇസ്ലാം ഓൾറെഡി സെലക്റ്റഡ് ആകാം. പിന്നെ നാഷണാലിറ്റി ഇന്ത്യ, കൺട്രി ഇന്ത്യ, അതൊക്കെ സെലക്ട് ആകുക. പിന്നെ സിറ്റി, നമ്മളൊരു ജില്ലയാണെന്നുള്ളത്, അതിപ്പോൾ മലപ്പുറം, നമ്മളെ ജില്ല കൊടുത്താൽ മതി ചുറ്റാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ മലപ്പുറമാണ്, മലപ്പുറം കൊടുക്കുക. കോഴിക്കോടാണ് കോഴിക്കോട്, അങ്ങനെ നമ്മൾ ജില്ല കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിൻകോഡ് ചോദിക്കും. പിൻകോഡ് നമ്മൾ എന്ത് ചെയ്യുക, അത് തെറ്റാതെ അടിച്ചു കൊടുക്കുക. പിന്നെ അഡ്രസ്സ് ചോദിക്കും. അപ്പോൾ അഡ്രസ്സ് എന്ത് ചെയ്യുക, നമ്മൾ ആധാർ കാർഡിൻ്റെ ബാക്കിൽ എങ്ങനെയാണുള്ളത് അതേ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. രേഖകളിലുള്ള പോലെ ടൈപ്പ് ചെയ്യാണ് നല്ലത്. PG ക്കൊക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ PO ഒന്നും വരണ്ടല്ലോ. അതിന് ശേഷം ഇങ്ങനെ പോയിട്ട് രജിസ്റ്റർ കാർഡ്സും ചോദിക്കുന്നുണ്ട്. മുൻതദീമാണോ വേറെ മുൻതദീമാണോ, അത് ഓൾറെഡി സെലക്റ്റഡ് ആകാരം മുൻതദീമാണെന്ന് പറഞ്ഞിട്ട്. അതായത് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് പഠിക്കുകയാണെന്നുള്ളതാണ് വേറെ മുൻതദീമാണെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഓൾറെഡി സെലക്റ്റഡ് ആകാരം. പിന്നെ സ്റ്റേറ്റ് ചോദിക്കും, നമ്മളെ സ്റ്റേറ്റ് സംസ്ഥാനം ഏതാണെന്നുള്ളത്. ഇവിടെ ആരോ മാർക്ക് നോക്കി കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്പോൾ ഒരു കേരള എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിന് ശേഷം മദ്രസ മുൻതസിമ എന്ന് ചോദിക്കുന്നുണ്ട്. അത് ജാമ്യ നിസാമിയ ഉണ്ട്, കുല്ലിയത്ത് ബിനത് ജാമ്യ നിസാമിയ ഉണ്ട്. അതിൽ ഒന്നാമത് ജാമ്യ നിസാമിയ എന്നുള്ളതാണ് ഓരോ മുത്തസിമ, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിനുശേഷം മദ്രസാക്കാൻ നാമ ചോദിക്കുക. നമ്മൾ കേരളത്തിൽ ഏത് മദ്രസയാണ് ആദ്യം പഠിച്ചത്, അത് ഇവിടെ നമ്മളെ ജാമ്യ നൂരിയ എന്നുള്ളത്, നമ്മൾ ജാമ്യ നൂരിയ ആണ്. അപ്പോൾ ജാമ്യ നൂരിയ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇംതിഹാൻ ജോ പെഹലെ കാമയാബ് കർച്ചക്കാന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം പാസ്സായത് എക്സാം ഏതാണെന്ന്. അപ്പോൾ എന്ത് ചെയ്യുക, ഏറ്റവും ലാസ്റ്റ് ആലിമു ദുവമുണ്ട്, ഈ ഫാദിൽ അവലിന് നേരെ മുമ്പുള്ളത് ആലിമു ദുവമാണ്. അപ്പോൾ ആലിമു ദുവം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്ഥാപിക്കാൻ ഹാൾ ടിക്കറ്റ് നമ്പർ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ആവശ്യമില്ല, അതൊരാ വിട്ടാൽ മതി. സ്ഥാപിക്കാൻ ഹാൾ ടിക്കറ്റ് നമ്പർ ചോദിച്ചാൽ കൊടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആദ്യത്തെ എക്സാം എഴുതാനുണ്ട്. പിന്നെ വാരിദിക്കാൻ നാം, പിന്നെ നമ്മുടെ പേരിലുള്ള ആളുകളുടെ പേര് ചോദിക്കുന്നുണ്ട്. ഉപ്പാൻ്റെ പേര്, ഉമ്മാൻ്റെ പേരൊക്കെ ഉണ്ട്. ആദ്യം തന്നെ ഉപ്പാൻ്റെ പേര് ഉറുദൂര് കൊടുക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഉപ്പാൻ്റെ പേര് എന്ത് ചെയ്യുക, ഉറുദൂര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
പിന്നെ ഉമ്മാൻ്റെ പേര് ചോദിക്കണം. ഉമ്മാൻ്റെ പേര് എന്ത് ചെയ്യുക, ഉറുദുവിൽ ഇംഗ്ലീഷ് കുഴപ്പമില്ല, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറുപ്രസ്തുക്കാൻ അങ്ങനെ രക്ഷാധികാരി, ഇപ്പോൾ എത്തിയമായാലും ഉണ്ടാവും, അതേപോലെ തന്നെ എത്തിയെന്നുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ പേരിൽ ആരാണ് രക്ഷാധികാരി എന്നുള്ളത് ഓരോ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം റിഷ്ത, ഓലുമായിട്ടുള്ള ബന്ധം, ഓല് ചിലപ്പോൾ ഏട്ടനായിരിക്കാം, അല്ലെങ്കിൽ പെങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വല്യപ്പ വല്യമാരായിരിക്കാം. അപ്പോൾ ഇവിടെ ഇതുണ്ട്, ഓപ്ഷൻ ഉണ്ട്, ഫാദർ മദർ ബ്രദർ സിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഏതാ വെച്ചാൽ ഓല് നിങ്ങളുമായിട്ടുള്ള ബന്ധം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുന്നുണ്ട്. ബ്ലഡ് ഗ്രൂപ്പ് അറിയുന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഓപ്ഷനാണ്, ആണെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി. പിന്നെ അതിന് പറഞ്ഞ ഐഡൻറ്റിഫിക്കേഷൻ മാർക്സും ചോദിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾ എന്ത് ആധാർ കാർഡിലൊക്കെ നിങ്ങളെന്തോ നിങ്ങളെ SLC കൊടുത്തിട്ടുണ്ട്, എന്തോ അടയാളം കൊടുത്തിട്ടുണ്ടാവുമല്ലോ, നമ്മൾ താഴത്ത് 2 അടയാളങ്ങൾ ഉണ്ടാവില്ല SLC ബുക്കിലൊക്കെ, നമ്മൾ തിരിച്ചറിയാനുള്ളതാണ്. അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷമാണ് അറ്റാച്ച്മെൻറ്റ്, ഈ ഫയലാണ് അറ്റാച്ച്മെൻറ്റ് ചെയ്യാനുള്ള ഭാഗത്തുണ്ട്. ഇതിൽ ഇസ്തിംതാനുകൾ സാബിക്ക സനത് എന്നുള്ളവർക്ക് എന്ത് ചെയ്യുക, ചൂസ് ഫയൽ നോക്കിക്കാണ്ട് ജാമിയ നൂരിയ നിങ്ങൾക്കൊരു ഒരു മാർക്ക് വെച്ച് തന്നതാണല്ലോ, ഒരു പേരൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു റിസൾട്ട് അയക്കാൻ തന്നു ഇൻ്റർവ്യൂവിന് ശേഷം. അപ്പോൾ അത് ഇവിടെ ഫസ്റ്റ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. രണ്ടാമതുണ്ടെങ്കിൽ ID കാർഡ്, ഷാഫിനാമത്തെ പ്രൂഫ് എന്ന് പറഞ്ഞാൽ ID കാർഡ്, ആധാർ കാർഡ് നിങ്ങൾ എന്ത് ചെയ്യുക, ഫയൽ പോയി കണ്ട് ചൂസ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ജായ സുഖത്തൊക്കെ അഡ്രസ്സ് ചോദിക്കേണ്ട, ഇവിടെ എന്ത് കൊടുക്കേണ്ടി വരും, നിങ്ങളെ അഡ്രസ്സ് പ്രൂഫ് ചോദിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആധാർ കാർഡിൻ്റെ ബാക്ക് ഭാഗം, അപ്പോൾ ആധാർ കാർഡിൻ്റെ ബാക്ക് ഭാഗം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ പൈതായിഷ്ക പ്രൂഫും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളെ ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ SLC ബുക്ക് കൊടുക്കുക, രണ്ടാമതൊന്ന് കൊടുക്കുക. ഇത് ലാസ്റ്റ് മസ്ജിദ് ചോദിക്കുന്നുണ്ട്. മസ്ജിദ എന്നുള്ളവർക്ക് ആലിക്കുട്ടിസ്ഥാൻ്റെ ലെറ്റർ ഉണ്ടല്ലോ, സൈൻ എന്തൊക്കെയുള്ള ലെറ്റർ, അത് കൊടുക്കുക. ഇൻഷാല്ലാ. അതിന് ശേഷം ഫീ ഇവിടെ പറഞ്ഞിട്ടുണ്ട് 200 രൂപ. അപ്പോൾ നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്തല്ലോ, ആ ട്രാൻസാക്ഷൻ ചെയ്ത ട്രാൻസാക്ഷൻ ID ഉണ്ടാവും, ആ ട്രാൻസാക്ഷൻ ID എന്ത് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ആദ്യം. അതിന് ശേഷം ആ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, പൈസ അയച്ച സ്ക്രീൻഷോട്ട്, അത് ചെയ്യണം. അതിവിടെ ചൂസ് ഫയൽ ചെയ്തുകൊണ്ട് ഫയൽ പോയിക്കണം, അതിവിടെ അപ്ലൈ ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ റെഡി ആയിക്കൊണ്ട് വരും കേട്ടോ, ഇൻഷാല്ലാ. അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ബാക്കിൽ പോയിട്ട് നമ്മൾ ആദ്യം എത്തില്ല അപ്ലൈ ഫോർ എക്സാം, ഇതൊരു സ്റ്റാറ്റസ് അപ്ലൈ നമ്മൾ പോയത് ആദ്യം ഒരു സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആധാർ നമ്പർ നോക്കി കഴിഞ്ഞാൽ, ആധാർ കാർഡ് നോക്കി കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ എന്താണ് ഡീറ്റെയിൽസ് എന്താണ് നിങ്ങളെ അപ്ലൈ ആയിക്കണം എന്താണെന്നുള്ളത് അറിയും. ഇപ്പം ഞാനിപ്പോൾ 2 അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഖിറാത്തും അതേപോലെ തന്നെ ഫാബ്രിസും. ഇതേ പോണത് വേണം പെൻഡിങ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ ആയിക്കഴിഞ്ഞാൽ ഇവിടെ അപ്രൂവൽ എന്ന് കാണിക്കും. ഇത് പ്രശ്നം എന്നുള്ള റിമാർക്സ് കൊടുക്കുന്നത് ചോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ എന്തെങ്കിലും എഴുതും. അപ്പോൾ അത് ക്ലിയർ ചെയ്യണം. അത് ഇൻഷാല്ലാ കുറച്ച് കഴിയും അത് വരണം എന്നുണ്ടെങ്കിൽ. ഇൻഷാല്ലാ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.